അമ്മച്ചി ഇവിടെ ഇരിക്കുകയാണോ? ചായ കുടിച്ചായിരുന്നോ? ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അവളോട് പറഞ്ഞതാ അമ്മച്ചിക്ക് ചായ എടുത്തു കൊടുക്കാൻ. ടീനെ, എടി ടീനെ, ഞാൻ എടുത്തു കൊണ്ട് തരാം. അമ്മച്ചി റെഡിയാകും. അതിന് ഞാനല്ലല്ലോ മക്കളെ പോകുന്നത്, നിങ്ങളല്ലേ. ഞങ്ങൾ 2 മാസം കഴിയുമ്പോൾ വരത്തില്ലേ, പിന്നെ അമ്മച്ചി എന്തിനാണ് പോകുന്നത്? ആ 2 മാസം അമ്മച്ചി ഒരു ടൂർ പോവുകയാണ്. നിങ്ങൾ വരുമ്പോൾ അമ്മച്ചി ഇങ്ങ് വരും. ടീനെ, എടി ടീനെ, എന്തോ? അമ്മച്ചി വിളിച്ചോണ്ട് കഴിക്കാൻ വാ. മക്കൾ പൊയ്ക്കോ, അമ്മച്ചി വരാം. ആ അമ്മച്ചി ഇരിക്കി. ചേച്ചി നീയും കൂടെ ഇരിക്കി. ആ അമ്മച്ചി എടുത്ത് കഴിക്കുക, പോവണ്ടേ? ഇന്നലെ മുതൽ അമ്മച്ചിയുടെ കഴിക്കലൊക്കെ കണക്കാ. അതെന്താ അമ്മച്ചി? ഞങ്ങൾ പോയിട്ട് 2 മാസം കഴിയുമ്പോൾ തിരിച്ചു വരത്തില്ലേ? ജോലിയുടെ ആവശ്യമായതുകൊണ്ടല്ലേ? ഞാനിത് പറഞ്ഞതാ സണ്ണിച്ച, പക്ഷെ അമ്മച്ചി അങ്ങ് ഓക്കെ ആവുന്നില്ല. 2 മാസം എന്ന് പറഞ്ഞാൽ ടപ്പേന്നങ്ങ് പോകത്തില്ലേ? വേണോ? നിനക്കുള്ളത് പ്ലേറ്റിൽ ഇരിപ്പില്ലേ? അത് അമ്മച്ചി കഴിക്കട്ടെ. കൊച്ചു കഴിക്കട്ടെ ലിസി. അമ്മച്ചി കഴിക്കാം. അമ്മച്ചി എന്തെങ്കിലും കഴിച്ചെങ്കിലും എഴുന്നേറ്റ് നടക്കത്തില്ല. അമ്മച്ചി ആരോഗ്യം ശ്രദ്ധിക്കണം. അമ്മച്ചിയെ വിശ്വസിച്ചേൽപ്പിക്കാൻ വേറൊരിടമില്ല. 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. വേറൊരിടത്താണെങ്കിൽ സമാധാനം കിട്ടില്ല. അമ്മച്ചിക്ക് ഇഷ്ടമാകും ഇവിടെ. പ്രാർത്ഥിക്കാനും വായിക്കാനും ഒക്കെ ധാരാളം സൗകര്യമുണ്ട്. ധൈര്യമായി പോയി വാ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അവസാന നിമിഷം ഞാൻ അമ്മച്ചി കൂടെ വരുന്നു എന്ന് പറയുമോ എന്ന് പേടിയുണ്ടായിരുന്നു. കൂടെ വരണമെന്ന് വാശി പിടിച്ചിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മച്ചിയെ കൊണ്ടുപോകുമായിരുന്നു അല്ലേ? ലിസി, അത് അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നാൽ ഞാനും എൻ്റെ പിള്ളേരും നിങ്ങളുടെ കൂടെ വരത്തില്ലായിരുന്നു സണ്ണിച്ച. അവിടെ ചെന്നിട്ടെങ്കിലും എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കണം. നിങ്ങളുടെ അമ്മയുടെ വിഴുപ്പ് കോരാനല്ല എന്നെ എൻ്റെ അപ്പൻ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ലിസി, നീ ഒന്ന് നിർത്ത്. എൻ്റെ അമ്മച്ചിയെ പറ്റി നീ പറയുന്നേ. 2 മാസം കഴിയുമ്പോൾ വന്ന് അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഡയലോഗ് ചേരത്തില്ല സണ്ണിച്ച. ഇനി നമ്മൾ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് തന്നെ വേണമായിരുന്നു അവരെ കൊണ്ടുവിടാൻ. ഈ വീട്ടിൽ വന്ന
വന്ന അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ വൃത്തിയായി ചിട്ടയായി നടക്കണം. അവർക്ക് ആരോട് സ്നേഹമില്ല ചണ്ണിച്ച. എന്നിട്ടാ അവരെൻ്റെ മോളുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സണ്ണിക്കുട്ടിക്ക് നിന്റെ യാത്ര സുഖമായി വരുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എവിടെ പോയാലും നീ കർത്താവിനെ മറന്ന് ജീവിക്കരുത് എന്നേ അമ്മച്ചിക്ക് പറയുവാനുള്ളൂ. നീ ഇനി ഒരിക്കലും അമ്മച്ചിയെ തേടി വരികയില്ല എന്ന് അറിയാം. അമ്മച്ചിയുടെ തലവണയ്ക്കടിയിൽ അമ്മച്ചി ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ഓർമ്മകളുടെ തിരിശേഷിപ്പായി അത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. സ്വന്തം അമ്മച്ചി